നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചൈനയുടെ അഹങ്കാരം തീർക്കാൻ ഇന്ത്യ റഷ്യയിൽ നിന്നും Su-57 വാങ്ങുന്നു. പാകിസ്ഥാനുമായി കൈകോർത്ത് ചൈന നടത്തുന്ന നെറുകെട്ട കളികൾക്ക് അറുതി വരുത്താനുള്ള തീരുമാനമാണ് Su-57 വാങ്ങുന്നതിലൂടെ ഇന്ത്യ എടുത്തിരിക്കുന്നത്. 3.25 ലക്ഷം കോടിയുടെ റഫാൽ യുദ്ധവിമാന കരാർ നടപ്പിലായാൽ ഉടൻ തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്ന് 5ാം തലമുറ യുദ്ധവിമാനമായ Su-57 വാങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ചൈനയുടെ അത്യാധുനിക 5ാം തലമുറ യുദ്ധവിമാനങ്ങളായ J-20, J-35 എന്നിവ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി നേരിടുന്നതിന് വേണ്ടിയാണ് താൽക്കാലിക സ്റ്റെൽത്ത് പ്രതിരോധമെന്ന നിലയിൽ നിശ്ചിത എണ്ണം Su-57 വാങ്ങുക. പ്രതിരോധ മന്ത്രാലയവും ഇന്ത്യൻ വ്യോമസേനയും തമ്മിൽ നടത്തിയ അടിയന്തര ചർച്ചകൾക്ക് ശേഷമാണ് ഈ നിർണായക തീരുമാനം. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് സേനയുടെ ഭാഗമാകാൻ 10 വർഷത്തോളം സമയമെടുക്കും. അതുവരെ താൽക്കാലിക സംവിധാനമായാണ് Su-57 വിമാനങ്ങളെ പരിഗണിക്കുന്നത്. പാകിസ്ഥാന് അത്യാധുനിക വിമാനങ്ങൾ നൽകുമെന്ന് ചൈന പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം ശക്തമാക്കേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് റഷ്യയുമായി പ്രതിരോധ ഇടപാടിനൊരുങ്ങുന്നത്. ഈ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന തരത്തിലുള്ള കരാറാകും ഉണ്ടാക്കുക. മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഡിവിഷനിലാകും ഈ വിമാനങ്ങൾ നിർമ്മിക്കുക. നിലവിൽ സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഈ പ്ലാന്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി Su-57 നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. റഷ്യയിൽ നിന്നുള്ള സാങ്കേതിക കൈമാറ്റത്തിലൂടെ വിമാനത്തിന്റെ 40 മുതൽ 60% ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് കരുതപ്പെടുന്നു. ഇതിനായി ഏകദേശം 5000 മുതൽ 7000 കോടി രൂപ വരെ ചിലവ് പ്രതീക്ഷിക്കുന്നു. അമേരിക്കയുടെ F-35 പരിഗണനയിലുണ്ടെങ്കിലും ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ അവയിൽ ഘടിപ്പിക്കുന്നതിനുള്ള കർശന നിയന്ത്രണങ്ങൾ കാരണമാണ് ഇന്ത്യ Su-57 വിമാനങ്ങൾക്ക് മുൻഗണന നൽകുന്നത്. മുൻപ് 2007 റഷ്യയുമായി ചേർന്ന് 5ാം തലമുറ വിമാനം വികസിപ്പിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് ഭാരിച്ച ചിലവ് കാരണം 2018 ഇന്ത്യ പിന്മാറിയിരുന്നു. എന്നാൽ നിലവിലെ പ്രാദേശിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ശത്രു റഡാറുകൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് ഫീച്ചറുകൾ ഈ വിമാനത്തിന്റെ പ്രത്യേകതയാണ്. വിമാനത്തിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഓൺബോർഡ് സെൻസറുകൾ ശത്രുക്കളെ നിരീക്ഷിക്കാനും അതുപോലെ തന്നെ വിവരങ്ങൾ ശേഖരിക്കാനും സഹായിക്കും. മാത്രമല്ല, സാങ്കേതിക വിദ്യ കൈമാറ്റം ഇന്ത്യയുടെ AMCA പദ്ധതിയെ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യും. പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിമാനം 4ാം തവണയും ചൈന ഭ്രമണപഥത്തിൽ എത്തിച്ചതോടെയാണ് ഇന്ത്യ പുതിയ നീക്കങ്ങൾ തുടങ്ങിയത്. അതീവ രഹസ്യമായാണ് ചൈനയുടെ നീക്കങ്ങൾ എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബഹിരാകാശ വിമാനം 4ാം തവണയും വിക്ഷേപിച്ചതിലൂടെ എന്ത് ദൗത്യമാണ് ചൈന ലക്ഷ്യമിടുന്നത് എന്ന കാര്യം അജ്ഞാതമായി തുടരുകയാണ്. നിരീക്ഷകർ ഡിവൈൻ ഡ്രാഗൺ എന്ന അർത്ഥം വരുന്ന ഷെല്ലോങ് എന്നാണ് ഈ ബഹിരാകാശ പേടകത്തെ വിശേഷിപ്പിക്കുന്നത്. ഫെബ്രുവരി 7 വടക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ജിയുക്വാൻ സാറ്റലൈറ്റ് ലോഞ്ച് സെന്ററിൽ നിന്നും ലോങ് മാർച്ച് 2F റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം നടത്തിയത്. 2020 ആരംഭിച്ച വിക്ഷേപണങ്ങളുടെ പരമ്പരയിൽ ഒടുവിലത്തേതാണിത്. ചൈനീസ് വൃത്തങ്ങൾ അധികൃതർ പേടകത്തെക്കുറിച്ചും അതിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും എത്ര കാലം ഭ്രമണപഥത്തിൽ തുടരും എന്നതിനെക്കുറിച്ചും നാമമാത്രമായ വിവരങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഭാവിയിലെ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി സൗകര്യപ്രദവും താങ്ങാനാവുന്നതുമായ ബഹിരാകാശ യാത്രകളെ പിന്തുണയ്ക്കുന്ന സാങ്കേതിക വിദ്യ പരീക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് ഈ വിക്ഷേപണമെന്ന് സർക്കാരിനെ ഉദ്ധരിച്ച് ചൈനയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ വാഹനത്തിന്റെ രൂപകൽപ്പന, പേലോഡുകൾ, പ്രവർത്തനം എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങൾ അധികം പുറത്തുവിട്ടിട്ടില്ല. ദുരൂഹത നിലനിൽക്കുന്നതിനാൽ ഉപഗ്രഹ ഡാറ്റ, അമച്വർ നിരീക്ഷണങ്ങൾ, ഭ്രമണപഥ ട്രാക്കിംഗ് എന്നിവയിൽ നിന്നുള്ള സൂചനകൾ നിരീക്ഷകർ ശേഖരിച്ചു വരികയാണ്. മുമ്പത്തെ ഷെല്ലോങ് ദൗത്യങ്ങൾ ഏതാനും ദിവസങ്ങൾ മാത്രം 8 മാസത്തിൽ കൂടുതൽ വരെ നീണ്ടു നിന്നിട്ടുണ്ട്. ബഹിരാകാശ വിമാനം ചെറിയ വസ്തുക്കൾ ഭ്രമണപഥത്തിലേക്ക് പുറന്തള്ളിയതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ചെറിയ ഉപഗ്രഹങ്ങളോ ടെസ്റ്റ് ഹാർഡ്വെയറോ ആയിരിക്കാം ഇവയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. US സ്പേസ് ഫോഴ്സ് പ്രവർത്തിപ്പിക്കുന്ന ബോയിങ് X-37Bയുമായി സാമ്യമുള്ളതാണ് ഈ ബഹിരാകാശ പേടകമെന്നാണ് സൂചനകൾ. അമേരിക്കൻ പേടകങ്ങളെ പോലെ ഷെല്ലോങ്ങിലും താഴ്ന്ന ഭ്രമണപഥത്തിൽ സാധാരണ ഉപഗ്രഹങ്ങൾക്ക് സാധ്യമാകുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് വിലയിരുത്തപ്പെടുന്നു.
എന്നാൽ ഇവയെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. രഹസ്യാത്മകത നിലനിർത്തുമ്പോഴും ചൈനയുടെ ഇത്തരം വാഹനങ്ങളുടെ ആവർത്തിച്ചുള്ള വിക്ഷേപണങ്ങൾ പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ പേടക സാങ്കേതിക വിദ്യയിൽ രാജ്യത്തിന്റെ വളർന്നു വരുന്ന താല്പര്യങ്ങളെ അടിവരയിടുന്നതാണ്. ഇവയ്ക്ക് ഭ്രമണപഥത്തിലെ സർവീസിംഗ്, ഉപഗ്രഹ വിന്യാസം എന്നിവ അടക്കമുള്ളവയെ പിന്തുണയ്ക്കാൻ കഴിയും. എന്നിരുന്നാലും ഷെല്ലോങ്ങിന്റെ ഏറ്റവും പുതിയ ദൗത്യത്തിന്റെ കൃത്യമായ ലക്ഷ്യം അജ്ഞാതമായി തുടരുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്കായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ എത്തുന്നതിന് മുന്നോടിയായി പ്രതിരോധ മന്ത്രാലയം നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. 114 റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള 3.25 ലക്ഷം കോടി രൂപയുടെ കരാറിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഈ മാസം അംഗീകാരം നൽകാൻ സാധ്യതയുണ്ട്. ഈ കരാർ യാഥാർത്ഥ്യമായാൽ വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയാകും. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 30 യുദ്ധവിമാന സ്ക്വാഡ്രോണുകൾ മാത്രമാണുള്ളത്. അനുവദിക്കപ്പെട്ട 42 സ്ക്വാഡ്രോണുകൾ എന്ന ലക്ഷ്യത്തേക്കാൾ ഇത് വളരെ കുറവാണ്. പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ കുറവ് നികത്താൻ 114 റഫാലുകൾ ആവശ്യമാണത്രേ. കരാർ പൂർത്തിയാകുന്നതോടെ നിലവിലുള്ളവയും നാവികസേനയുടെ 26 വിമാനങ്ങളും ചേർത്ത് ഇന്ത്യയുടെ കൈവശം ഏകദേശം 150-ലധികം റഫാലുകളുടെ ഒരു വമ്പൻ വ്യൂഹം തന്നെ ഉണ്ടാകും. 4.5 ജനറേഷൻ വിമാനങ്ങളിലെ രാജാവ് 5ാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് വികസിപ്പിക്കാൻ സമയമെടുക്കുന്നതിനാലും തേജസ് മാർക്ക് 1A നിർമ്മാണം എഞ്ചിൻ ലഭ്യതക്കുറവ് മൂലം മന്ദഗതിയിലായതിനാലും റഫാൽ പോലുള്ള ഒരു 4.5 ജനറേഷൻ പ്ലസ് വിമാനം ഇന്ത്യക്ക് അനിവാര്യമാണ്. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ദൗത്യങ്ങളിൽ റഫാലിന്റെ ആക്രമണശേഷി ഇന്ത്യ നേരിട്ട് കണ്ടതാണ്. 18 വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് നേരിട്ട് പറന്നെത്തും. ബാക്കി 96 എണ്ണം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. ഇതിൽ 60% തദ്ദേശീയ ഘടകങ്ങൾ ഉപയോഗിക്കും. ഡസോൾട്ട് ഏവിയേഷനും ഇന്ത്യൻ സ്വകാര്യ കമ്പനികളും ചേർന്നാകും ഇത് നിർമ്മിക്കുക. 88 സിംഗിൾ സീറ്ററുകളും 26 ട്വിൻ സീറ്ററുകളുമാണ് പദ്ധതിയിലുള്ളത്. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സൗഹൃദം ഇന്ത്യക്ക് വെല്ലുവിളിയായിരുന്നു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന തന്ത്രപരമായ യോജിപ്പും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഈ സാഹചര്യത്തിൽ അതിർത്തികളിൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാൻ റഫേൽ അനിവാര്യമാണ്. ദൈനംദിന സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ രാജ്യാന്തര നാണയനിധിയുടെ ഉൾപ്പെടെ രക്ഷാ പാക്കേജിനായി യാചിക്കുന്ന പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് 40 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നതും വാർത്തയായി. അതും ഏറ്റവും നൂതന ഫൈറ്റർ ജെറ്റുകൾ, 5ാം തലമുറയിൽപ്പെട്ട 40 J-35 KJ-500 യുദ്ധവിമാനങ്ങളും HQ-19 ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റവുമാണ് ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങുന്നത്. പാകിസ്ഥാന്റെ നീക്കത്തിന് പിന്നാലെ കഴിഞ്ഞ 3 വ്യാപാര സെഷനുകളിലായി ചൈനീസ് പ്രതിരോധ കമ്പനികളുടെ ഓഹരികൾ കുതിച്ചു കയറുകയാണ്. അവിക് ഷിന്യാങ് എയർക്രാഫ്റ്റ് കമ്പനിയുടെ ഓഹരി 10% ഉയർന്നു. J-35 വിമാനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണിത്. എയറോസ്പേസ് നാൻഹു ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പനിയുടെ ഓഹരി മുന്നേറിയത് 15%. യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനവുമായി പാകിസ്ഥാൻ മുന്നോട്ടു പോയാൽ 5ാം തലമുറ ഫൈറ്റർ ജെറ്റുകളുടെ ആദ്യ കയറ്റുമതിക്കാണ് ചൈന സാക്ഷിയാവുക. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടി എന്നോണം പാകിസ്ഥാനിലെ ഭീകരരുടെ താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പ്രത്യാക്രമണത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലെ സംഘർഷം രൂക്ഷമായിരുന്നു. പാകിസ്ഥാന്റെ യുദ്ധ സാമഗ്രികളുടെ പ്രധാന സ്രോതസ്സാണ് ഇപ്പോൾ ചൈന. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായാൽ അതിന്റെ പ്രധാന ഗുണഭോക്താവും ചൈനയായതിനാൽ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ചൈനീസ് പ്രതിരോധ കമ്പനികളുടെ ഓഹരികൾ വൻ നേട്ടമാണ് കുറിക്കുന്നത്. ഇന്തോനേഷ്യയും ചൈനയിൽ നിന്ന് J-10 യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ഒരുക്കത്തിലാണെന്നും റിപ്പോർട്ടിലുണ്ട്. നേരത്തെ US, റഷ്യ എന്നിവിടങ്ങളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയിരുന്ന ഇന്തോനേഷ്യ അവയെ കൈവിട്ടാണ് ചൈനയിലേക്ക് കണ്ടെറിയുന്നത്. ഇന്ത്യക്ക് ഭീഷണി ഉയർത്തി പാകിസ്ഥാൻ ചൈനീസ് സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങൾ വാങ്ങിയേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ചൈന വികസിപ്പിച്ച 2ാമത്തെ സ്റ്റെൽത്ത് യുദ്ധ വിമാനമായ J-35 ആണ് പാകിസ്ഥാൻ വാങ്ങാനൊരുങ്ങുന്നത്. 40 യുദ്ധവിമാനങ്ങളാകും വാങ്ങുകയെന്നാണ് PTI റിപ്പോർട്ടിൽ പറയുന്നത്. അത്യാധുനിക 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം ചൈന ആദ്യമായാണ് മറ്റൊരു രാജ്യത്തിന് വിൽക്കുന്നത്. ഇതോടെ ആയുധ വിൽപ്പനയിൽ ദക്ഷിണേഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൂടുതൽ ഇടം നേടാനാകുമെന്നാണ് ചൈന വിലയിരുത്തുന്നത്. വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ ആദ്യ ബാച്ച് J-35 വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തുമെന്നാണ് വിവരങ്ങൾ. പാകിസ്ഥാന്റെ പക്കലുള്ള അമേരിക്കൻ നിർമ്മിത F-16 യുദ്ധവിമാനങ്ങൾ കാലാവധി കഴിയുന്നത് കണക്കിലെടുത്താണ് ചൈനീസ് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വാങ്ങുന്നത്.
പാകിസ്ഥാൻ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നട്ടം തിരിയുന്നതിനിടെയാണ് ശതകോടികളുടെ പ്രതിരോധ ഇടപാടിന് വഴിയൊരുങ്ങുന്നത്. അതേസമയം യുദ്ധവിമാന ഇടപാട് സംബന്ധിച്ച് ചൈനയോ പാകിസ്ഥാനോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഏഷ്യയിൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള യുദ്ധവിമാനം സ്വന്തമായി വികസിപ്പിച്ച ഏക രാജ്യമാണ് ചൈന. ജപ്പാൻ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ 5ാം തലമുറ യുദ്ധവിമാനം വികസനം വിവിധ ഘട്ടങ്ങളിലാണ്. ചൈനയിൽ നിന്ന് യുദ്ധവിമാനം വാങ്ങാനുള്ള കരാർ പാകിസ്ഥാൻ ഒപ്പിട്ടേക്കുമെന്നാണ് വിവരങ്ങൾ. നിലവിൽ ചൈനീസ് യുദ്ധവിമാനങ്ങൾ പാക് വ്യോമസേനയുടെ പക്കലുണ്ട്. ചൈനയുമായി ചേർന്ന് നിർമ്മിച്ച J-17 തണ്ടർ വിമാനങ്ങളാണ് പാകിസ്ഥാൻ ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. ചൈനീസ് സൈനിക ജനറൽ ഴാങ് യോക്സിയ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. ഇതിനുശേഷമാണ് J-35 വിമാനം വാങ്ങുന്ന ചർച്ചകൾക്ക് ചൂടുപിടിച്ചത്. ചൈനീസ് സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ വൈസ് ചെയർമാനാണ് ഴാങ് യോക്സിയ. ഇതിനൊപ്പം ചൈന, പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഉൾപ്പെടെയുള്ള ചൈനീസ് നിക്ഷേപങ്ങൾക്കുള്ള സുരക്ഷയ്ക്ക് വേണ്ടി ചൈനീസ് സേനയെ വിന്യസിക്കുന്നതടക്കമുള്ള കാര്യങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിന് സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായാണ് അത്യാധുനിക വിമാനം നൽകാനുള്ള സന്നദ്ധത ചൈന അറിയിച്ചത്. ചൈനീസ് സമ്മർദ്ദത്തിന് പാകിസ്ഥാൻ വഴങ്ങിയാൽ പാകിസ്ഥാനിൽ ചൈനീസ് സേനയുടെ സാന്നിധ്യമുണ്ടാകും. തർക്കഭൂമിയായ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ, പാക് അധീന കശ്മീർ എന്നിവിടങ്ങളിലൂടെയാണ് സാമ്പത്തിക ഇടനാഴി കടന്നു പോകുന്നത്. വടക്കൻ അതിർത്തിക്ക് പുറമെ പടിഞ്ഞാറൻ അതിർത്തിയിലും ചൈനീസ് സേനാ സാന്നിധ്യം ഇന്ത്യയുടെ തലവേദന കൂട്ടുന്നതാണ്. ഇതിനൊപ്പമാണ് വ്യോമയുദ്ധത്തിൽ പാകിസ്ഥാന് മേൽക്കൈ ലഭിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനം അവർക്ക് ലഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. ഇന്ത്യക്ക് സ്വന്തമായി 5ാം തലമുറ യുദ്ധവിമാനമില്ല. ഒരെണ്ണം ഇപ്പോൾ വികസന ഘട്ടത്തിലാണ്. പാകിസ്ഥാൻ 5ാം തലമുറ യുദ്ധവിമാനം കിട്ടിയാൽ ഇന്ത്യ വിദേശ യുദ്ധവിമാനം വാങ്ങാൻ നിർബന്ധിതമാകുമെന്നാണ് വിലയിരുത്തൽ. അമേരിക്കൻ യുദ്ധവിമാനമായ F-35 ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത്. അമേരിക്കൻ F-35 പോലെയാണ് ചൈനീസ് യുദ്ധവിമാനത്തിന്റെയും ഡിസൈൻ. പക്ഷേ F-35 സിംഗിൾ എഞ്ചിൻ യുദ്ധവിമാനമാണെങ്കിൽ J-35 ഇരട്ട എഞ്ചിൻ വിമാനമാണ്. ഇന്ത്യക്ക് 3.25 ലക്ഷം കോടി രൂപയ്ക്ക് 114 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുമ്പോൾ പാകിസ്ഥാൻ ഭീതിയോടെ നെട്ടോട്ടം ഓടുകയാണ്. റഫേലിന്റെ ചൂടറിഞ്ഞ പാകിസ്ഥാൻ പുതിയ ചൈനയുടെ യുദ്ധവിമാനങ്ങൾക്കായി കെഞ്ചുകയാണ്. കാരണം നൽകാൻ പാകിസ്ഥാന്റെ കാലിയായ ഖജനാവിൽ പണമില്ല. ചൈനയാകട്ടെ പിന്നെ പണം തന്നാൽ മതി എന്ന നിലപാടിലാണ്. കാരണം പലപ്പോഴും ചൈനയുടേത് പൊട്ടാത്ത പടക്കമാണെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചിരുന്നുവല്ലോ. റഫാലിനെ എതിർക്കാൻ ചൈനയുടെ J-10C എന്ന യുദ്ധവിമാനമാണ് പാകിസ്ഥാൻ തേടുന്നത്. പക്ഷെ റഫാലിനെ പോലെ ആകാശത്ത് ശത്രു വിമാനങ്ങൾക്കും മിസൈലുകൾക്കും പിടികൊടുക്കാതെ എതിർ ക്യാമ്പുകളിൽ അഗ്നിപടർത്താൻ ചൈനയുടെ J-10Cക്ക് ആവില്ല. പാകിസ്ഥാനിലെ 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളിൽ നാശം വിതച്ചത് റഫാലിൽ നിന്നുള്ള റാംപേജ് മിസൈലുകളാണ്. കണിശക്തയോടെ മിസൈലുകളെ അയക്കാനുള്ള റഫേലിന്റെ കഴിവ് അപാരമാണ്. ഇപ്പോൾ അസീം മുനീർ തന്നെ നേരിട്ട് ചൈനയുമായി ചർച്ചകൾ നടത്തുകയാണ്. ഏകദേശം 60 J-10C വാങ്ങാനാണ് പാകിസ്ഥാന്റെ ശ്രമം. റഫാലുകൾ ഒറ്റയ്ക്കല്ല പോവുക, കൂട്ടമായാണ്. ഈ റഫാലുകൾ ഇന്ത്യയുടെ റഡാറുകളുടെയും സാറ്റലൈറ്റുകളുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും പൂർണ്ണ നിയന്ത്രണത്തിലായതിനാൽ ഈ റഫാലുകളെ നിർവീര്യമാക്കാൻ ചൈനയ്ക്ക് എളുപ്പമല്ല. J-10Cയെ തള്ളിക്കളയാൻ ഇന്ത്യ തയ്യാറല്ല. ഇന്ത്യ അവയുടെ സോഫ്റ്റ്വെയറുകളും മറ്റും പഠിച്ചു വരികയാണെന്ന് അറിയുന്നു. ഏതായാലും റഷ്യയിൽ നിന്നും Su-57 വരുമ്പോൾ പാകിസ്ഥാൻ മാളത്തിൽ ഒളിക്കുമെന്ന് ഉറപ്പാണ്.